ഗുഡ് മോർണിംഗ്. നമ്മുടെ രണ്ടാമത്തെ ദിവസമാണിത്. ആക്ച്വലി രാത്രി മൊത്തം നല്ല തണുപ്പായിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. അയ്യോ താഴ്ത്തായിരുന്നു. ബിയക്കുട്ടീനെ നല്ല രീതിയിൽ ഞങ്ങൾ റാപ്പ് ചെയ്തു. ആ മോന്ത നിങ്ങൾക്ക് കാണാമല്ലേ, ഒരു കുഞ്ഞു മുഖം. അവിടേക്ക് നല്ല ഫോഗുണ്ട്. പുല്ലൊക്കെ നനഞ്ഞിരിക്കുന്നു. ആരൊക്കെ ഉറക്കം വലിച്ചുറങ്ങുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീല്, ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഫോഗൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു ഫീൽ. അവിടെ മൂണൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം തന്നെ ഏകദേശം ഒരു 6 മണിയായി കാണും രാവിലെ. ബിയക്കുട്ടി 5 മണിക്കേ എഴുന്നേറ്റു. എന്നിട്ട് ആ ടെൻറ്റിനകത്തിരുന്ന് ഞെരിപിരിയായിരുന്നു. ഞങ്ങളൊത്തു ചുമ്മാ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാലോ എന്ന്. നമ്മുടെ നാടിൻ്റെ അതേ ഫീലിംഗ് അല്ലേ കണ്ണാ ക്രിസ്മസിൻ്റെ? പള്ളിയിലൊക്കെ പോയിട്ട് രാത്രി പോകുമ്പോൾ ഉള്ള ആ ഒരു തണുപ്പൊക്കെ ആയിട്ട്. അതെ, അതെ. ഒരെണ്ണം 3 ഒരെണ്ണം ഉണ്ട് എയറോപ്ലെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല രസമാണല്ലേ, ലൈറ്റൊക്കെ ഇട്ട് പോകുന്ന വണ്ടി. ഇങ്ങനെ സ്ഥലം ഇങ്ങനെ കിടക്കുക. അതുണ്ടോ ഒരു റെട്രോ മോഡൽ. അതിൻ്റെ പേരെന്തായിരുന്നു? വാൻ തന്നെയല്ലേ. റൂഫൊക്കെ ഉണ്ട് അതിന്, കൊള്ളാം. പിന്നെ എനിക്ക് ഈ വണ്ടികളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ എന്നോട് എന്ത് ചോദിച്ചാലും പറയും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അയ്യോ മല എന്തേ സൂം ചെയ്തപ്പോൾ മല പോയോ? ഇവിടെ അല്ലേ, ഇവിടെ ആയിട്ട് ഒരു ക്രോസ് ഉണ്ട്. ബേസിക്കലി ഇവിടെ നമ്മൾ ഈ ഹൈക്കിംഗ് സ്പോട്ടിലെല്ലാം ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടല്ലോ, അത് ഒരു ക്രോസ് ആയിരിക്കും. നമ്മൾ ആ ക്രോസിൽ എത്തപ്പെടുക എന്നുള്ളൊരു എയിമിലോട്ടാണ് നടക്കുന്നത്. നമ്മൾ മറ്റേ നാട്ടിൽ മല കയറുകയല്ലേ, ദുഃഖവെള്ളിക്കല്ലേ, കുരിശിൻ്റെ വഴി കയറി നമ്മൾ ക്രോസിൻ്റെ അടുത്ത് എത്തുന്ന പോലെ ഇവിടെ എല്ലാ ഹൈക്കിങ്ങും അതുപോലെ തന്നെയാണ് ഏകദേശം. ഈ മരം കണ്ടോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ മരം ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഞാനിങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ വീഡിയോസ് കാണുമ്പോൾ അവരിങ്ങനത്തെ ഒഴുകി കിടക്കുന്ന മരം വരയ്ക്കാറുണ്ട്. ഞാൻ ചിന്തിക്കും മരമൊക്കെ എവിടെ ഇരിക്കുന്നടേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട്. ബിയക്കുട്ടീനെ ഞങ്ങൾ ഉപദ്രവിക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിച്ചേക്കില്ല. ബിയക്കുട്ടി എത്ര തുണിയായിട്ടേക്കുന്നതെന്നറിയാമോ? ലെഗിൻസ്, ബോഡി, സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ അകത്തൊരു തുണിയുണ്ട്. എന്നിട്ട് ഇതും കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് തൊപ്പിയൊക്കെ വെച്ച് തലയൊക്കെ കവർ ചെയ്ത് ഇറങ്ങി. പിന്നെ ഇവിടെ അങ്ങനെയാണല്ലോ, വിൻ്ററൊക്കെ വന്നു കഴിഞ്ഞാലും പിള്ളേരൊക്കെ ഇങ്ങനെ ഇറക്കുന്നതാണ് നല്ല രീതിയിൽ സേഫായിട്ട് റാപ്പ് ചെയ്ത്. എന്താ കുറേ ക്യാരവനൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഗുഡ് മോർണിംഗ് ഫേസസ് ആണ്. ഗുഡ് മോർണിംഗ് ഫേസസ്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനമാണ് ഇങ്ങനത്തെ ഒരു ക്യാരവൻ എടുത്ത് അങ്ങ് ഐസ്ലാൻഡ് പോവുക, നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കാണുക എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഇൻട്രൊഡ്യൂസിങ് മാത്യു ചേട്ടൻ പറഞ്ഞല്ലേ, അവരെ ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ മനസ്സ് വരില്ല. കാരണം അതുപോലൊരു ബോണ്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഈ വീടൊക്കെ വിട്ട് വേറെ സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുമ്പം ഈ ഫ്രണ്ട്സ് ഫാമിലി ആകും എന്നൊക്കെ പറയുകയല്ലേ, അത് തന്നെ അവരൊരു ഫാമിലി പോലെയാണ്. ചേട്ടനും ചേച്ചിയും ജോക്കുട്ടനും. ഇപ്പം ഞങ്ങൾ 2 പേരും കൂടെയാണ്, 2 ഫാമിലിയും കൂടെയാണ് സാധാരണ ട്രിപ്പൊക്കെ പോകുന്നതും
ഞങ്ങൾ ഒരുപാട് മെമ്മറീസ് ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് യാത്ര ചെയ്യണം, മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. ലെറ്റ്സ് സീ, നിങ്ങൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതായിരിക്കും. ഇങ്ങോട്ട് നോക്കിയാൽ കണ്ട എന്ത് ഫോഗിയാന്ന്. മലയൊന്നും അങ്ങനെ വലിയ വിസിബിലിറ്റി ഒന്നുമില്ല. ഓ ഗോഡ്, ആരുടെ നിക്കർ. ഏതായാലും കൊള്ളാം. പിന്നെ പട്ടികൾക്കുള്ള കുഞ്ഞു ഹട്ടാണോ അത്? ഈ കുഞ്ഞു ഹട്ട് എൻ്റെ അകത്ത് ആൾക്കാർ കിടക്കുന്നല്ലേ? കണ്ട് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തേക്കോ ഒരാൾക്ക് അവരുടെ ക്യാമ്പിന്. പിന്നെ അവരുടെ വീടാണത്, മിറ്റവും ഒക്കെ ആയിട്ട് അവരെങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ക്യാരവനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ക്യാരവനെടുത്ത് പോണേ അത് എന്നാ ചെയ്യണ്ടേ പറയൂ. ലൈസൻസ് എടുക്കണം. ഇവിടെ ഉണ്ടല്ലോ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര നല്ലതാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് മതി അത്യാവശ്യം. പിന്നെ ദൂരോട്ട് പോകാനായിട്ടും ഇവിടെ നല്ല ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഇതുവരെ വണ്ടി എടുക്കണമെന്നുള്ളൊരു ഇതുവരെ വന്നിട്ടില്ല. ഇന്നത്തെ നമ്മുടെ പ്ലാൻ ലേക്കിൽ പോകാനും ഗ്രില്ല് ചെയ്യുന്നുണ്ടുമായിട്ട്. അവൻ കണ്ടോ കാറില് ഉണ്ടോ, കാറാണ് കിടക്കാൻ മാത്രം ഒരു ഏണിയൊക്കെ വെച്ച് മുകളിൽ കിടക്കാനൊരു സ്ഥലം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, പ്രൈവസി എവറിബഡി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സോറി, 4 ഫാമിലി, എല്ലാവർക്കും പിള്ളേരുണ്ട്. രണ്ട് റോഷനേട്ടന് 2 പേര്, പിന്നെ ടോമച്ചേട്ടന് ഒരാൾ, മാത്യച്ചേട്ടന് ഒരാൾ, ഞങ്ങൾക്ക് കുഞ്ഞൊരാൾ. ഞങ്ങളുടെ മാത്രം ഇങ്ങനെ ഒക്കത്തിരിക്കും. ബാക്കിയുള്ള എല്ലാവരും ഓട്ടമാണ്. അവർക്ക് എനിക്ക് തോന്നുന്നത് ഡൈനോ പാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അതെ, അപ്പം നമ്മൾ കാണാം എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ആദ്യമായിട്ടാണ്, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വൺസ് അഗെയിൻ ഞങ്ങളുടെ 2 പേരുടെയും അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരുടെയും വാം ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. See you.